ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയതിൻ്റെ ബാക്കി ജോഗ്രഫി ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും ആണ് നോക്കുന്നത്. അതിനു മുമ്പ് എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, അതിലുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കണം, കമൻറ്റ് ബോക്സിൽ ചോദിക്കണം, റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾ PSC തുടക്കക്കാരാണ്, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്താലാണ് റാങ്ക് ലിസ്റ്റിൽ വരിക എന്നൊക്കെ അറിയാതെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഓപ്ഷൻസ് നോക്കാം. നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് തന്നേക്കുന്ന ഉത്തരങ്ങൾ, അതിൻ്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1ഉം 4ഉം ശരി, ഓപ്ഷൻ ബി 3 മാത്രം ശരി, ഓപ്ഷൻ സി 2 മാത്രം ശരി, ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരി. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. ഉൾപ്പെടാത്ത രാജ്യം ഏതാണെന്ന് നമ്മൾ എഴുതണമെങ്കിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണ്ടേ? എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്? എല്ലാ ചോദ്യവും SCRT എന്നാണോ? ഈ ചോദ്യം എന്തായാലും SCRT എന്നാണ്. അതിൻ്റെ സോഴ്സ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം പടം കൊടുത്തേക്കുന്ന കണ്ടോ? ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റിലെ SCRT 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള പിന്നെ ചാപ്റ്ററാണ്. പഴയതിലും ഉണ്ട്, ഞാൻ പുതിയതെന്നാണ് ഈ പിക്ചർ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത് ഇത് നോക്കി കണ്ടുപിടിച്ച് എഴുതാനാണ് അതിൽ കുട്ടികൾക്ക് കൊടുത്തേക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്തായാലും ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യ ഉണ്ട്. പിന്നെയോ, പിന്നെ ഏത് രാജ്യമുള്ളത്? ഇന്ത്യ ഉണ്ട്. ദേ ഇവിടെ പാകിസ്ഥാൻ കിടക്കുന്നു, പാകിസ്ഥാനുണ്ട്. പിന്നെ ദേ ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട് അല്ലേ? പിന്നെയോ, പിന്നെ ദാ താഴോട്ടേക്ക് പോകുമ്പോൾ ആരൊക്കെയുണ്ട്? മാലിദ്വീപും ശ്രീലങ്കയും ഉണ്ട് അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ഇന്ത്യൻ ഉപദ്വീപിൽ ഉള്ളത് എന്നാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. ആരൊക്കെയുള്ളത്? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കാം. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? നേപ്പാള്, ബംഗാള്, അഫ്ഗാനിസ്ഥാന്, നേപ്പാള്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാന്, ഭൂട്ടാന്. ഏതൊക്കെയുണ്ട്? നേപ്പാള് നമ്മൾ പറഞ്ഞതിലില്ലേ? ഉണ്ട്, നേപ്പാളുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാനുണ്ട്. ആരില്ല? അഫ്ഗാനിസ്ഥാൻ ഇല്ല അല്ലേ? വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ഇതല്ലേ നേപ്പാള് കിടക്കുന്നു, ഇതല്ലേ ഭൂട്ടാൻ കിടക്കുന്നു അല്ലേ? നേപ്പാള്, ഭൂട്ടാന്, ബംഗ്ലാദേശ്, മൂന്നും അടുത്തടുത്ത് കിടക്കുന്നു. പിന്നെ നമുക്ക് തന്നേക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ നേപ്പാള്, ബംഗ്ലാദേശ്, ഭൂട്ടാനൊക്കെ ഉണ്ട്, അഫ്ഗാനിസ്ഥാന് ഇല്ല. ഒട്ടുമിക്ക ഓപ്ഷൻസിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. കാരണം അവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആര് വരുന്നുണ്ട്? പാകിസ്ഥാൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ, അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ ഓപ്ഷനിൽ എപ്പോഴും ഇടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇല്ലാത്ത ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ, അത് ഓർത്ത് വെക്കണം. ഓക്കെ, ആരൊക്കെയാണുള്ളത്? ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാനുണ്ട്. ഈ പടിഞ്ഞാറേ സൈഡിൽ നിന്ന് പാകിസ്ഥാന്, കിഴക്കേ സൈഡിൽ നിന്ന് ആരൊക്കെയുള്ളത്? ബംഗ്ലാദേശ്, പിന്നെ ഭൂട്ടാന്, നേപ്പാൾ. താഴേന്ന് ആരൊക്കെയുള്ളത്? ശ്രീലങ്ക, മാലിദ്വീപ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം എത്രയാണ്? ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓപ്ഷൻസ് നോക്കാം. 97°2'5 കിഴക്ക്, 77°6 കിഴക്ക്, 68°7 കിഴക്ക്, 82°32 കിഴക്ക്. ഏതാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം? ഉത്തരം നോക്കാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ഇതും SCRT ടെക്സ്റ്റിലുള്ളതാണ്. നമുക്ക് നോക്കാം. ഇന്ത്യയിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ തന്നെയാണ് ഇതുള്ളത്. പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലും ഇത് പറയുന്നുണ്ട്. ഓക്കെ,
ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയും. അപ്പോൾ ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം ഏതാന്ന് ചോദിച്ചാൽ എത്രയാ? 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെ. 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെ. ഇനി പൂർവ്വരേഖാംശം, അതാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്ക്. പൂർവ്വരേഖാംശം എത്രയാണ്? 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 2.5 വരെയാണ് ഇന്ത്യയുടെ സ്ഥാനം. എത്രയാ? 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 2.5 വരെയാണ് പൂർവ്വരേഖാംശം, ഇന്ത്യയുടെ പൂർവ്വരേഖാംശം. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെ. പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 2.5 വരെ. ഓക്കെ, അത് മനസ്സിലാക്കാൻ എളുപ്പമല്ലേ അത്? ഒറ്റ സെക്കൻഡ്. അതായത് ഇങ്ങനെയാണല്ലോ നമ്മൾ ഏതിന് മാപ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഉത്തര അക്ഷാംശം എന്ന് പറയുമ്പോൾ ഇവിടെ 8 ഡിഗ്രി 4, ഇങ്ങോട്ട് വരുമ്പോൾ 37 ഡിഗ്രി 6. ഓക്കെ, ഇനി പൂർവ്വ വരുമ്പോൾ എങ്ങനെയാണ് വരിക? 68 ഡിഗ്രി 7 ഇവിടെ, 97 ഡിഗ്രി 2.5 ഇവിടെ വരും. മനസ്സിലായോ? അതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയും പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 2.5 വരെയുമാണ്. പിന്നെ ഇതിലുള്ള എക്സ്ട്രാ ഫാക്ട്സും കൂടെ നോക്കാം. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാ? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിലെ സ്ഥാനം എത്ര? ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഫാക്ട്സ് നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ കുറച്ച് എമൗണ്ട് ഓഫ് കാര്യങ്ങളെ അതിനകത്തുള്ളൂ അല്ലേ? അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫാക്ട്സ് നമ്മൾ പഠിച്ചു? ആദ്യം ദേ പറയുന്നു, ഇന്ത്യയുടെ വടക്ക് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയാണ്. പൂർവ്വരേഖാംശം എത്രയാണെന്നാ പറഞ്ഞേ? 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 2.5 വരെയാണ്. പിന്നെ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണെന്നാ പറഞ്ഞത്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇതും എത്രയോ തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ അടുത്തതോ, അതും ചോദിച്ച് മടുത്തൊരു ചോദ്യമാണ് അടുത്തത്. ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനമാണുള്ളത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഉത്തരം നോക്കിയാലോ? ഓക്കെ, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം എത്രയായിരുന്നു നമ്മൾ കിഴക്കേ അറ്റത്ത് പറഞ്ഞത്? 97 ഡിഗ്രി 2.5 കിഴക്ക്. ഏതാ ഉത്തരം? 97 ഡിഗ്രി 2.5 കിഴക്ക്. ഇതല്ലേ ഉത്തരം? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏത്? ഇതൊക്കെ പക്ക SCRT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഒരു ബോക്സ് തന്നെ പഠിക്കാനുണ്ട്. അതിനകത്ത് വേറെയും സമതലങ്ങൾ കൊടുത്തിട്ടുണ്ട്, വേറെയും നദികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചത് പഞ്ചാബ് ഹരിയാന എന്ന് മാത്രം. നമുക്കതിൻ്റെ സോഴ്സസ് നോക്കാം. ഓക്കെ, കണ്ടോ? നദികൾ മെനഞ്ഞ സമതലങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കണ്ടോ? ഏതേത് നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഉത്തര മഹാസമതലത്തിനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എന്തിൻ്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്നാ പറയുന്നത്? നമ്മളെ ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് കുറേ നദികൾ ഉത്ഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ നദികളുടെ ഏതൊക്കെ നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണോ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പേര് കൊടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗംഗാ നദി അല്ലെങ്കിൽ ഗംഗയുടെ പോഷക നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് ഒരു സമതലമുണ്ടായി, ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമതലമുണ്ടായാൽ ആ സമതലത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗംഗാ സമതലം എന്ന് വിളിക്കും. ഓക്കെ, ഇനി എന്താ പറയുക, ബ്രഹ്മപുത്ര നദിയും പോഷക നദികളുമായിട്ട് അവരുടെ നിക്ഷേപണ ഫലമായിട്ട് ഒരു
സമതലം ഉണ്ടായാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്രഹ്മപുത്ര സമതലം എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ പഞ്ചാബ് ഹരിയാന സമതലം എന്താ? പഞ്ചാബ് ഹരിയാന എന്ന് പറഞ്ഞിട്ട് നദികളുണ്ടോ? ഇല്ലല്ലോ അല്ലേ? പിന്നെ എങ്ങനെയാണ് ആ സമതലത്തിന് അങ്ങനെ ഒരു പേര് കിട്ടിയത്? പഞ്ചാബ് ഹരിയാന സമതലം എന്ന്. അത് ഏത് നദിയുടെ നിക്ഷേപണ ഫലമായിട്ട് വന്നിട്ടുള്ള സമതലമാണ്? ഓക്കെ, ഏതാ ഇവിടെ കൊടുത്തേക്കുന്നത്? സിന്ധുവും പോഷക നദികളും. നമ്മുടെ ഹിമാലയൻ നദിയാണ് സിന്ധു അല്ലേ? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. ഈ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ ഫലമായിട്ടുണ്ടാവുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. പിന്നെ എന്തുകൊണ്ടാണ് അതിന് സിന്ധു സമതലം എന്ന് പേര് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? ഈ നദികൾ ഒഴുകുന്ന സ്റ്റേറ്റ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ എവിടെയാണോ ഈ സമതലം ഉണ്ടായിട്ടുള്ളത്, ഏത് സ്റ്റേറ്റ്സിലാണോ ഈ സമതലം കൂടുതലായിട്ടുള്ളത്, അതിൻ്റെ ബേസിലാണ് ഇവിടെ പേര് കൊടുത്തേക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാനയിലൂടെയാണ് സിന്ധു നദി കൂടുതലായി ഒഴുകി എങ്ങോട്ടേക്ക് പോകുന്നത്? പാകിസ്ഥാനിലേക്ക് പോകുന്നത്. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? സിന്ധു നദി. ഓക്കെ, ഉത്ഭവം ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് ദൂരം ഇത് ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ സിന്ധുവും പോഷക നദികളും കൂടെയാണ് എന്ത് സമതലം ഉണ്ടാക്കുന്നത്? പഞ്ചാബ് ഹരിയാന സമതലം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയൂടെ നോക്കിയാലോ? ലൂണി സരസ്വതി നദികൾ അല്ലേ? ലൂണി നദി, സരസ്വതി നദി, ഈ രണ്ട് നദികളുടെ നിക്ഷേപണ ഫലമായി ഉണ്ടാവുന്ന സമതലമാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലം. ലൂണി സരസ്വതി നദികളുടെ നിക്ഷേപണ ഫലമായി ഉണ്ടാവുന്നതാണ് മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ. രാജസ്ഥാനിലാണ്, നമുക്കറിയാം, മരുഭൂമിയിലാണ്. അടുത്തത് ഗംഗയും പോഷക നദികളും. ഗംഗാ സമതലം ഉണ്ടാക്കുന്നു. ഗംഗയും പോഷക നദികളുടെയും നിക്ഷേപണ ഫലമായി ഉണ്ടാവുന്ന സമതലമാണ് ഗംഗാ സമതലം. ലാസ്റ്റ് വൺ ബ്രഹ്മപുത്രയും പോഷക നദികളും. ബ്രഹ്മപുത്രയും പോഷക നദികളും ഉണ്ടാക്കുന്ന സമതലത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്രഹ്മപുത്ര സമതലം. അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അസമിലായതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നു, അസമിലെ ബ്രഹ്മപുത്ര സമതലം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ നോക്കിയാലോ? പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി അപ്പോൾ ഏതാണെന്നാ നമ്മൾ പഠിച്ചത്? സിന്ധു നദി അല്ലേ? സിന്ധു നദി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തേക്കുന്ന ലൂണി. ലൂണി സരസ്വതി ഏത് സമതലം ഉണ്ടാക്കുന്നത്? രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി കൊടുത്തേക്കുന്ന ഗംഗ. ഗംഗാ നദി ഏതാ കൊടുത്തേക്കുന്നത്? ഏത് സമതലമാണ് ഗംഗാ നദിയും പോഷക നദികളും ഉണ്ടാക്കുന്നത്? ഏതാണ്? ഗംഗാ നദിയും പോഷക നദികളും ഉണ്ടാക്കുന്ന സമതലമാണ് ഗംഗാ സമതലം. ഓക്കെ, എന്നാ ഒന്ന് പറഞ്ഞേ, ബ്രഹ്മപുത്ര നദിയും പോഷക നദികളും ചേർന്നുണ്ടാക്കുന്ന സമതലത്തിനൊരു പേരുണ്ടല്ലോ, ഒരു സ്പെസിഫിക് സ്റ്റേറ്റിൻ്റെ പേരുണ്ടല്ലോ, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു തന്നല്ലോ, അതേതാണെന്നുള്ളത് നിങ്ങളിതിൽ കമൻ്റായിട്ട് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്കിനി വേറെ ഏതെങ്കിലും ടോപ്പിക്ക് പിന്നെ PYQ വേണമെന്നുണ്ടെങ്കിൽ പറയുക, അതനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.